നമസ്കാരം. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഷോപ്പുകൾ അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് ഇതൊക്കെ തുടങ്ങുമ്പോൾ നമ്മളിതുപോലെ പ്രിൻ്ററുകൾ നോക്കാറുണ്ട് മാർക്കറ്റിൽ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇഷ്ടംപോലെ പ്രിൻ്ററുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 5000 രൂപ മുതൽ 6000, 7000, 13000 രൂപ വരെയുള്ള പ്രിൻ്ററുകളുണ്ട്. ഇത് 13000 രൂപയുടെ പ്രിൻ്ററാണ് ഇരിക്കുന്നത്. ഇതെല്ലാം പ്രിൻ്റ് ചെയ്യുന്നത് 3 ഇഞ്ച് ഓട്ടോ കട്ട് മെക്കാനിസമാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും ഏത് വാങ്ങണം, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ വരാറുണ്ട്. നമുക്ക് ഈ ഡൗട്ടുകളൊക്കെ ഇന്ന് തീർക്കാം. ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ടോ അതും നമുക്ക് നേരിട്ട് പരീക്ഷിച്ച് കളയാം. ഈ 13000 രൂപയുടെ പ്രിൻ്ററിനകത്ത് എക്സ്ട്രീമായിട്ട് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ, അതോ ഈ ചെറിയ പ്രിൻ്ററുകൾ റെസ്റ്റോളോ അല്ലെങ്കിൽ എക്സ് പ്രിൻ്ററോ അങ്ങനെയുള്ള നോർമൽ പ്രിൻ്ററുകൾ, പിന്നെ എവരിക്കോം, ഇങ്ങനെ ഒരുപാട് പ്രിൻ്ററുകൾ കാണാൻ സാധിക്കും. അപ്പോൾ എവരിക്കോമിൻ്റെ പ്രിൻ്റർ ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടില്ല, അങ്ങനെയുള്ള പ്രിൻ്ററുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ നമ്മുടെ ബിസിനസ്സിന്, ഏതായിരിക്കും ഷാർപ്പ് ക്വാളിറ്റി, അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് കേടാവുമോ, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് 6 മാസം കഴിയുമ്പോൾ ഇത് കേടായി പോകുമോ, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഇത് കേടായി പോകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പർ 1, നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ. ഇതാണ് എക്സ് പ്രിൻ്റർ. ഇത് എക്സ് പ്രിൻ്ററാണ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു 5500, 6000 രൂപ റേഞ്ചിൽ എക്സ് പ്രിൻ്റർ ആമസോണിലുണ്ട്. 5000 രൂപ 4800 മുതലുണ്ടായിരുന്നു, ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇത് 3 ഇഞ്ച് മെക്കാനിസമാണ്. ഇവിടെ നമുക്കിങ്ങനെ പുഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആകും. സ്പ്രിംഗ് ലോഡഡാണ്. പുഷ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ആകും. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് തെർമൽ പേപ്പർ റോളുകൾ ഡയറക്റ്റായിട്ട് ഇറക്കി വെക്കാം. 50 മീറ്ററിൻ്റെ തെർമൽ പേപ്പറാണ്, 3 ഇഞ്ച് ഓട്ടോ കട്ട് മെക്കാനിസം ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇറക്കി വെക്കാം. ഇങ്ങനെ വലിച്ചു വയ്ക്കുക, അടയ്ക്കുക, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പുറയിൽ നമുക്ക് 230 വോൾട്ട് ഡയറക്റ്റ് പവർ സപ്ലൈക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ക്യാഷ് ഡോർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. USB, അതായത് പ്രിൻ്ററിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ചുകളുണ്ട്. ഇവിടെ നമുക്ക് ഫീഡ് ബട്ടൺസ് ഉണ്ട്. ഇവിടെ കുറച്ച് വാർണിംഗ് ലൈറ്റും അതുപോലെ തന്നെ പവർ ലൈറ്റും ഒക്കെ തരാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടിയിൽ XPV 320M എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇവിടെ 4 ബുഷുകളും കാര്യങ്ങളൊക്കെ കാണാം ടേബിളിൽ ഇരിക്കാനായിട്ട്. ബോഡിയുടെ ബിൽഡ് ക്വാളിറ്റി ബ്യൂട്ടിഫുള്ളാണ്, ഒരു തെറ്റും പറയാനില്ല. സർഫസ് ഫിനിഷിംഗ് ആണെങ്കിലും ഇതിൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം നല്ലത് തന്നെ, നോ ഇഷ്യൂസ്. ഇനി ഇതിൻ്റെ പ്രിൻ്റ് ക്വാളിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. പ്രിൻ്റ് ക്വാളിറ്റി എല്ലാത്തിൻ്റെ ഒന്നിച്ച് ലാസ്റ്റ് നമുക്ക് കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രിൻ്റർ. ഇതിൻ്റെ പ്രൈസ് മനസ്സിലായല്ലോ. 5000 മുതൽ 5000, 5300, 6000 ഈ റേഞ്ച് വരെ ഇതിങ്ങനെ വേരി ചെയ്ത് കളിക്കും. ആമസോണിൽ മത്സരമാണ്. പല സപ്ലയർമാർ വേറൊരാൾ ഇച്ചിരി പ്രൈസ് കുറയ്ക്കുമ്പോൾ അടുത്ത ആൾ ഇച്ചിരിയുടെ പ്രൈസ് കുറയ്ക്കും. അങ്ങനെ ഒരു പ്രൊഡക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ സെയിൽസ് ആൾക്കാരുണ്ട് ആമസോണിൽ. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ടിലും തോന്നുന്നു. ഓക്കെ, അടുത്തത് ഇവനെ ലാസ്റ്റ് പരിചയപ്പെടാം. നമുക്കിവനെ പരിചയപ്പെടാം. ഇത് റെസ്റ്റോളിൻ്റെ ഒരു പ്രിൻ്ററാണ്. ഇവിടെ റെസ്റ്റോളുണ്ട്. ഇവിടെ ഇത് ഇതൊക്കെ നമുക്ക് പൊളിച്ച് കളയാൻ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഷീറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ടോപ്പ്. വളരെ ക്യൂട്ടായിട്ട് തോന്നും നമുക്ക് കാണുമ്പോൾ തന്നെ. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. സൂപ്പറോസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സൂപ്പർ. ഇതും 3 ഇഞ്ച് ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്ററാണ്. ഇത് നമുക്കിവിടെ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ തുറന്നു വരും കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിനകത്ത് നമുക്ക് പേപ്പർ ഇടാനുള്ള സ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഓട്ടോ കട്ട് മെക്കാനിസം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആ പ്രിൻ്ററിൻ്റെ കൂട്ടല്ല, ഇതിന് ആ ഫീഡ് ബട്ടണും പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം മുകളിൽ തന്നെ പിടിപ്പിച്ച് വെച്ചേക്കുക. കണ്ടില്ലേ, ടോപ്പിൽ തന്നെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ പ്രൊവിഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റർ ത്രൂ പവർ സപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അഡാപ്റ്റർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടും, പ്രിൻ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ. അത് വെച്ചാൽ അഡാപ്റ്ററിനകത്ത് വെച്ചിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക അഡാപ്റ്റർ, ഇതിൻ്റെ പുറത്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ നമുക്ക് ഇവിടെ ഉണ്ടോ ക്യാഷ് ഡോറിൻ്റെ പ്രൊവിഷൻ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ ഒരു USB-യുടെ പ്രൊവിഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 ഹുക്കും എക്സ്ട്രാ കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ KOTക്ക് കിച്ചണിലൊക്കെ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തൂക്കിയിടും. പിന്നെ 4 ബുഷും ഉണ്ട് ഇവിടെ. ഇവിടെ ബുഷല്ല, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്രെയിം മാതിരി. ഇവിടെ 2 റബ്ബർ ബുഷുമാണ്. അപ്പോൾ ഡെസ്കിലൊക്കെ നമ്മുടെ ടേബിളിലൊക്കെ വെക്കുമ്പോൾ അതല്ല ക്ലീനായിട്ട് അവിടെ ഇരുന്നോളൂ, നോ ഇഷ്യൂസ്. വളരെ ക്യൂട്ടായിട്ട് തോന്നുന്നു നമുക്ക്, വളരെ കംഫർട്ടബിളാണിത്. ഇതും 3 ഇഞ്ച് ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്ററാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് ആമസോണിൽ 6000 രൂപ, 6200 രൂപ. ഇതിൻ്റെ ശരിക്കും 5000, 5500 മുതലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഡോളറിൻ്റെ പ്രൈസ് കൊണ്ടാണെന്നുള്ളൂ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് ഈ ഓൺലൈനിലൊക്കെ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതാണ് റെസ്റ്റോൾ. ഇതിൻ്റെ പേരാണ് റെസ്റ്റോൾ
റെഡ് സോൾ RETSOL. അതിൻ്റെ മോഡൽ നമ്പർ പറഞ്ഞില്ലല്ലോ, സോറി. ഇതിൻ്റെ മോഡൽ നമ്പറാണ് RTP82U. RTP82U. വളരെ വല്ല ചെറിയ പേരൊക്കെ ഇടുകൊണ്ട് വായിക്കാൻ എളുപ്പമുള്ളതല്ലേ. ഇതാണ് എപ്സൺ പ്രിൻ്റർ. ഇതിൻ്റെ പ്രൈസ് ആദ്യം പറയാം. ആമസോണിൽ കയറി നോക്കിക്കോളുക. ഇതിൻ്റെ മോഡൽ നമ്പർ ആദ്യം പറഞ്ഞുതരാം. മോഡൽ നമ്പർ T82X എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. T82X എപ്സണിൻ്റെ പ്രിൻ്ററാണ്. കണ്ടില്ലേ, ഇവിടെ എപ്സൺ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ എപ്സൺ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എപ്സൺ. ഇതും 3 ഇഞ്ച് ഓട്ടോക്കട്ട് തെർമൽ പ്രിൻ്ററാണ്. 12,000-13,000 രൂപ വിലയാണ്. 12,000 13,000 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ്. വലിയ ബ്രാൻഡായത്. ബിൽഡ് ക്വാളിറ്റിയും സൂപ്പർ ഓസമാണ്. ഇതിന് നമ്മുടെ പുഷ് ടൈപ്പ് സ്വിച്ച് ഇല്ല. നമ്മളിങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ പൊങ്ങി വരുന്നില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ തുറക്കണം. എവിടെ വെക്കുന്നു അവിടെ ഇരിക്കും. അങ്ങനെ കണ്ടില്ലേ. ഇതിന് ഓട്ടോ കട്ട് മെക്കാനിസംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, പേപ്പർ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇടാം. 50 മീറ്റർ വരെയുള്ള പേപ്പറുകൾ ഇടാം. പേപ്പർ ഇട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു വയ്ക്കാം, അടയ്ക്കാം, നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് മറ്റേതൊക്കെ ഓൺ ഓഫ് സ്വിച്ചുകൾ ഇങ്ങനെ ടിക് ടിക് എന്നുള്ള സ്വിച്ചുകളാണ്. നമ്മുടെ ഈ വീട്ടിലൊക്കെ ഫാനിൻ്റെ ഒക്കെ സ്വിച്ച് പോലത്തെ ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്ക് ഇടുന്ന സ്വിച്ചുകൾ എന്ന് പറഞ്ഞ പോലെ ഇതിന് ഇങ്ങനെ പുഷ് ചെയ്യണു സ്വിച്ചുകളാണ് കേട്ടോ. പുഷ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുക. ഫീഡ് ബട്ടണും ഓൺ ഓഫ് സ്വിച്ചും ഫീഡ് ബട്ടണും പുഷ് ടൈപ്പാണ്. പിന്നെ ഇപ്പുറത്ത് മുകളിലായിട്ട് ചെറിയ 3 LED കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊവിഷൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് 9 പിൻ അഡാപ്റ്ററിൻ്റെ ഓപ്ഷനുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ USB-യുടെ ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മുടെ ക്യാഷ് ഡ്രോവറിൻ്റെ ഓപ്ഷനുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് 230 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്യാവുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ അഡാപ്റ്ററുകൾ വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ അത് സെയിം ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു അഡാപ്റ്റർ ഇതിൻ്റെ അകത്തുണ്ട്. ഒരു എന്താ പറയുക, അതിൻ്റെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്ന സംഭവം. ഇതിൻ്റെ അടിയിൽ നമുക്ക് 4 ബുഷുകൾ കാണാൻ സാധിക്കും. റബ്ബർ ബുഷ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണിത്, റബ്ബർ ബുഷ്. പിന്നെ ഇതിന് മറ്റ് പ്രിൻ്ററുകളിൽ നിന്ന് കമ്പാരിസൺലി ഇതിൻ്റെ അടിയിൽ മെറ്റാലിക് ബോഡിയാണ് ഉള്ളത്. അലുമിനിയം സംതിങ് ലൈക്ക് ദിസ് മെറ്റാലിക് ബോഡിയാണ്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണിത്. ഇത് വെയിറ്റ് ഇതിനെ കമ്പാരിസൺ കുറച്ച് കൂടുതലുണ്ട്. ഇതിൻ്റെ ബോഡി ബിൽഡ് ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ബോഡി ബിൽഡ് ക്വാളിറ്റിയാണ്. 80mm ഓട്ടോക്കട്ട് തെർമൽ പ്രിൻ്റർ. അത് 12,000-13,000 റേഞ്ചിൽ വരുന്നു. 5,000-6,000 റേഞ്ചിൽ വരുന്നു. ഇതും 5,000 മുതൽ 6,000 രൂപ റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ പ്രിൻറ്റിന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ് പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ നമുക്ക് 3-4 പ്രോബ്ലംസ് ആകും. പിന്നെ ഇതിൻ്റെ സർവീസ് കിട്ടാൻ വഴിയില്ല അല്ലേ. അങ്ങനെയൊക്കെ പല ഡൗട്ടുകൾ നമുക്കിങ്ങനെ വില കുറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിന്തയുണ്ട്. ഒന്നല്ല സാധനം കൊള്ളത്തില്ല, ഒന്നല്ല സർവീസ് കിട്ടത്തില്ല, ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് കൊള്ളത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഇത് അടിച്ചു പോകും. പക്ഷേ ഞാൻ ഒരു ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുകയല്ല. ഞാൻ ഈ ബിസിനസ് തുടങ്ങി RAINTECH സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് നിയർ അബൌട്ട് 6 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ മുതൽ ഞാൻ ഇതുപോലത്തെ ഈ എല്ലാ പ്രിൻ്ററും മാർക്കറ്റിൽ വാങ്ങും. ഞാൻ ടെസ്റ്റുകളടിക്കും, ബില്ലുകളടിക്കും. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് 10,000-10,000 പ്രിൻ്ററുകളാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ ചാനലിൽ തന്നെ നോക്കിയാൽ കാണാം. 6 വർഷം മുമ്പുള്ള വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. സെയിം പ്രിൻ്ററിൻ്റെ റിവ്യൂസും എല്ലാം. അന്ന് മുതൽ ഞാൻ പ്രിൻ്റർ വയ്ക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കാര്യം കണ്ണുടച്ച് വിശ്വസിക്കാം, ഇത് കംപ്ലൈൻറ്റുകൾ അങ്ങനെ വരാറില്ല. അതായത് സാധാരണ നമ്മുടെ TV അല്ലെങ്കിൽ ഫ്രിഡ്ജ് അതുപോലെ സാധനങ്ങൾ കേടാകുന്ന കൂട്ടി ഇത് കേടാകത്തില്ല. കാരണം ഇതിൻ്റെ വോൾട്ടേജ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വോൾട്ടേജിൽ അത് വർക്ക് ചെയ്യണം. ഈവൻ 230 വോൾട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്താൽ പോലും ഇതിൻ്റെ ഒരു വലിയ അഡാപ്റ്ററുണ്ട്. അത് ചെറുതാക്കി 3 to 6 അല്ലെങ്കിൽ 12 വോൾട്ട്സിന് താഴെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, വർക്കിംഗ് സ്റ്റൈൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കംപ്ലൈൻറ്റുകൾ കുറവാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറൊരു സംഭവമില്ല. അതായത് ഡയറക്റ്റ് തെർമൽ മെക്കാനിസമാണിത്. അതായത് ഇതിനകത്ത് ഇങ്ക് വേണ്ട, അല്ലെങ്കിൽ മഷി ഒഴിച്ചു കൊടുക്കണ്ട, റിബൺ ഒന്നും വേണ്ട. ഇത് എവിടെ പേപ്പർ ചൂടാകുന്നു അവിടെ പ്രിൻ്റ് ആകും. അതാണ് ഇതിൻ്റെ ടെക്നോളജി, വേറെ ഒന്നുമല്ല. അതായത് ഇവിടെ ഈ അക്ഷരത്തിൻ്റെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ചൂട് വരും. നമ്മുടെ ഈ അത് എൻ്റെ ഒരു ഡിഫക്റ്റ് കൂടിയുണ്ട്, ഒരു പോരായ്മ കൂടിയുണ്ട്. ഇത് പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതങ്ങോട്ട് മാഞ്ഞു പോകും. അങ്ങനെ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. നമ്മളത് ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഇത് പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വെള്ള പേപ്പർ മാത്രമേ കാണുള്ളൂ, അതിനകത്ത് പ്രിൻറ്റിംഗ് ഒന്നും കാണത്തില്ല. കാരണം ഇത് ഡയറക്റ്റ് തെർമൽ ടെക്നോളജിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് പ്രിൻറ്റിങ്ങിൻ്റെ പൈസ ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറവാണ്. അതാണ് ഈ സൂപ്പർ മാർക്കറ്റുകാർ മൊത്തം ഇത് വെച്ചോണ്ടിരിക്കുന്നത്. ഈ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി അതുപോലുള്ള സംഭവങ്ങളൊക്കെ. ഈ പേപ്പറിനാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ പേപ്പർ ഇതിനകത്തിട്ടുണ്ട്. ഈ ഒരു വലിയ പേപ്പറുണ്ട്, തെർമൽ പേപ്പർ. ഇത് നമുക്ക് 50 മീറ്ററിൻ്റെ ഇത്രയും വലിയ റോളിന് നമുക്ക് 60 രൂപ 58 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും. പക്ഷേ അത് 50 മീറ്റർ ഇല്ല കേട്ടോ. ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ 50 മീറ്റർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത്. അത് വെയിറ്റ് വെച്ച് കണ്ടുപിടിക്കാം. എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കണം. അപ്പോൾ 50 മീറ്ററുള്ള ഈ ഒരു റോളിന് നമ്മൾ ഹോൾസെയിലായിട്ട് മേടിക്കണം 42 രൂപയ്ക്ക് കിട്ടും. ഇത് മാനുഫാക്ചർ എടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 58 രൂപ ആ റേഞ്ചിലാണ് ഈ ഒരു റോൾ തന്നെ. ഈ ഒരു റോളിന് എത്രയും വിലയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു റോളിന് മാക്സിമം നമുക്കൊരു ഇത് ഇത്രയും ഒക്കെ മതിയാവും സാധാരണ ഒരു ബില്ലിന്. നമുക്കൊന്ന് പ്രിൻ്റ് അടിച്ചൊക്കെ നോക്കിക്കളയാം. അപ്പോൾ ഇഷ്ടംപോലെ പ്രിൻ്റ് അടിക്കുക. എനിക്കുള്ള 4 പൈസ 3 പൈസ താഴേക്കേ ആവുള്ളൂ ഒരു സ്ലിപ്പ് ഒരു കസ്റ്റമർ കൊടുക്കുമ്പോൾ. അത്രയും ലെസ് എക്സ്പെൻസീവാണ്. അതേസമയം നമ്മളൊരു A4 പ്രിൻ്ററിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ കാറ്ററിന് എത്രയാകും, അതിൻ്റെ പേപ്പറിന് എത്രയാകും എക്സ്പെൻസ്. ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഓണാക്കി വെച്ചിട്ട് കണ്ടിന്യൂസ് നമ്മൾ റഫായിട്ട് ബില്ലടിച്ചു, നോ ഇഷ്യൂസ്. അതാണ് ഇത്തരം പ്രിൻ്ററുകൾക്കുള്ള പ്രത്യേകത. എത്ര വേണേലും പ്രിൻ്റ് അയക്കോ, എന്നെ എന്തോരം വേണേലും ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രിൻ്ററുകളൊക്കെ ഇങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ മേശപ്പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ നീട്ടാതെ നമുക്ക് ഇതിനെ ഒന്ന് പരീക്ഷ കളയാം. ഏതാണ് നല്ല പ്രിൻ്റ് ക്വാളിറ്റി തരുന്നത് എന്നൊന്ന് നോക്കിക്കളയാം. ആദ്യം തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടും. ഇത് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഹൈപ്പർ എഡിഷൻ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളിപ്പോൾ ഈ F6 പ്രിൻ്റ് ചെയ്യുകയാണ്. F6 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് വരും. ഇത് നമ്മുടെ എക്സ് പ്രിൻ്ററിലാണ് ഇപ്പോൾ പ്രിൻ്റ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ എൻ്റെ മുകളിൽ വേണമെങ്കിൽ എഴുതിയും വയ്ക്കാം എക്സ് പ്രിൻ്റർ എന്ന് പറഞ്ഞിട്ട്. എക്സ് പ്രിൻ്ററിൻ്റെ പ്രിൻ്റ് ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. സോ വണ്ടർഫുൾ ക്വാളിറ്റിയാണ്. സോ വണ്ടർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി വണ്ടർഫുൾ ക്ലാരിറ്റിയിലാണ് പ്രിൻ്റ് എടുക്കുന്നത്. കണ്ടോ, ഞാനിവിടെ എക്സ് പ്രിൻ്റർ എന്ന് പ്രിൻ്റും എടുത്ത് പേര് എഴുതി വെച്ചു. അടുത്ത നമ്മുടെ സുന്ദരക്കുട്ടപ്പനായ റസ്റ്റോളിൻ്റെ പ്രിൻ്ററാണ്. റസ്റ്റോളിൻ്റെ പ്രിൻ്ററിലും പ്രിൻ്റ് വന്നു. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റ് ഔട്ടാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇതൊരു അമ്മ പെറ്റ മക്കൾ തന്നെയാണ് രണ്ടുപേരും. അങ്ങനത്തെ ഒരു ബ്രാൻഡിങ് ആണിത്. അങ്ങനെ നമുക്ക് ഇത് നല്ല ഒരു എക്സ്ട്രീമായിട്ടെന്ന് വെച്ചാൽ ഡീപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് പ്രിൻ്റ് ആകും. റെഡ് സോളും ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഇത് നമുക്ക് അടുത്തത് എപ്സൺ. ഈ എപ്സണിൻ്റെ പ്രിൻ്റ് ഔട്ട് എങ്ങനെ ഇരിക്കും നോക്കിക്കളയാം. കേട്ടോ, എപ്സണിലും പ്രിൻ്റ് വന്നു. എപ്സണിൻ്റെ പ്രിൻ്റ് ഔട്ട് കണ്ട നമ്മൾ മുകളിൽ എഴുതി വെച്ചു, എപ്സൺ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. എപ്സൻ്റെ പ്രിൻ്റ് ഔട്ട് കാണാം. എപ്സൻ്റെ പ്രിൻ്റ് ഔട്ട് നോക്കിയുള്ള ഇത് നല്ല ഫിറ്റായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂന്നും കൂടി വെച്ചൊന്ന് കമ്പാരിസൺ കൂടി ചെയ്ത് നോക്കിക്കളയാം ഏതാണ് ക്വാളിറ്റി ബെസ്റ്റ് എന്ന്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ തന്നെ വിലയിരുത്തുക ഏതാണ്. ഞാനൊരു ബ്രാൻഡിനെയും പോഴ്ത്തി പറയുക കുറ്റപ്പെടുത്തുമല്ല, നമ്മൾ തന്നെ വിലയിരുത്തുക. നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടി അടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മളിത് ഐഫോണിലാണ് എടുക്കുന്നത്. നമ്മുടെ ഇതിനകത്തൊരു മാക്രോ മോഡുണ്ട്, അത് ഞാൻ ഓൺ ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റിൽ വന്ന് എക്സ്പ്രിൻ്റർ, രണ്ടാമത്തത് റെഡ് സോള്, മൂന്നാമത്തത് നമുക്ക് എപ്സൺ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് ക്വാളിറ്റി എന്ന് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതാണ് നല്ല പ്രിൻ്റർ, ഏത് നമ്മൾ വാങ്ങണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം നമുക്ക് ഏത് പ്രിൻ്റർ വാങ്ങണം, ഏത് പ്രിൻ്റർ വാങ്ങണ്ട, ഏതാണ് നല്ലത് മാർക്കറ്റിൽ, ഏതാണ് വില കുറവ്, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ പ്രിൻ്ററിൻ്റെ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന കൂട്ട്. പിന്നെ ഇതിൻ്റെ സർവീസിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ എക്സ് പ്രിൻ്റർ, റെഡ് സോള മുതലായ പ്രിൻ്ററുകൾക്കെല്ലാം ഇപ്പോൾ ചെന്നൈയിൽ ഏജൻസിയുണ്ട്, അതുകൂടാണ്ട് ഡൽഹിയിൽ ഏജൻസിയുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ മേടിക്കണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അവർ നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, സർവീസ് നമ്പറുകൾ. അതിൽ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ സർവീസ് ചെയ്ത് തിരിച്ചു തരും. അല്ലാണ്ട് നമ്മളെ പറ്റിക്കുന്ന പരിപാടികളൊന്നുമില്ല. അത് കറക്റ്റാണ്. കറക്റ്റായിട്ട് തന്നെ സർവീസും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. എക്സ് പ്രിൻ്ററിന് ഈവൻ ഹൈദരാബാദിൽ ഒരു ഏജൻ്റ് ഉണ്ട്, നല്ല വലിയൊരു ഏജൻറ്റ്. അവർക്കെല്ലാം സർവീസുകളുണ്ട്. ഈവൻ നമ്മുടെ സർവീസ് വാറൻറ്റി പീരീഡ് എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൻ്റെ ഹെഡെല്ലാം അവൈലബിൾ ആണ്. ഇതൊരു 5-6 വർഷത്തേക്കൊന്നും ഹെഡിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല. വളരെ നല്ല ഒരു കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ള പ്രിൻ്ററുകളാണ് എല്ലാ പ്രിൻ്ററുകളും, തെർമൽ പ്രിൻ്ററുകളെല്ലാം. ഹെഡൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും റീപ്ലേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പേപ്പറുകൾ മാത്രം മാറ്റിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക വൃത്തിയായിട്ട്, പൊടിയും അഴുക്കൊക്കെ പിടിച്ചിരിക്കാണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഹെവി ആയിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊന്നുമില്ല.
ഇതിനകത്ത് പിന്നെ ഒരുപാട് മെക്കാനിസങ്ങളൊന്നുമില്ല. ഒരു മദർ ബോർഡുണ്ട്, പിന്നെ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്, പിന്നെ ഒരു തെർമൽ ഹെഡ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ പവർ സപ്ലൈയുടെ ഒരു അഡാപ്റ്റർ സിസ്റ്റം. ഇത്രയാണ് ഇതിനകത്ത് ബേസിക്കലി വരുന്ന ഹാർഡ്വെയർ എന്ന് പറയാവുന്ന ഒരു പാർട്ട്. അപ്പം നമുക്ക് ഇതിലേത് പ്രിൻ്റർ വേണമെങ്കിലും ധൈര്യമായിട്ട് വാങ്ങാം, യാതൊരു വിധ ഇഷ്യൂസും ഇല്ല. നിങ്ങളുടെ ബിസിനസ് ഏതും ആയിക്കോട്ടെ. ഇതുപോലത്തെ റീറ്റെയിൽ POS പ്രിൻ്ററുകളാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. Thank you so much for watching this video. Thank you. Bye-bye.